ഏതായാലും ഈ BJP ഭരണം അടുത്ത 20 വർഷം കൂടി തുടരുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ എന്ന നമ്മുടെ തിരഞ്ഞെടുപ്പ് വിശകലനം നടത്തുന്ന ആ പ്രസ്ഥാനം ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. ഈ ആക്സിസ് മൈ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയാവുമെന്ന് അവർ പ്രവചിച്ചിരുന്നതാണ്. നമ്മളെല്ലാവരും തന്നെ കളിയാക്കി പുച്ഛിച്ച് തള്ളുകയും ഇവർ ബാക്കി പല സംസ്ഥാനത്തും പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഇതെങ്ങനെ ശരിയാവും ചോദിച്ചപ്പോൾ കൃത്യമായി അവർ പറഞ്ഞതുപോലെ സംഭവിച്ച ഒരു സംഘടനയാണ്, പ്രസ്ഥാനമാണ് അവർ. അല്ല, BJPയുടെ ലക്ഷ്യം എന്താ? മിഷൻ 2047, അതായത് സ്വാതന്ത്ര്യം നേടി 100 വർഷത്തിന് ശേഷം ഇന്ത്യ എങ്ങനെയായി തീരണം എന്നതിൻ്റെ പ്ലാനിങ് ആണ് ഇപ്പോഴേ നടക്കുന്നത്. അതെ, അതിൻ്റെ ഏതാണ്ടൊരു ഒരു 1/4% അവരത് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ, പ്രദീപ് ഗുപ്ത അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അദ്ദേഹം പറഞ്ഞത് ഇതൊരു ചക്രമാണ്. അതെ, അതായത് ഒരു 1977 വരെ കോൺഗ്രസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് 47 to 77 30 വർഷം അതൊരു ചക്രമാണ്. പിന്നത്തെ 20 വർഷം, അതായത് 77 തൊട്ട് 97 വരെ ഇത് ഒരു കൊയിലേഷൻ്റെ ഭാഗമായിട്ട് നിരന്തര കോയിലേഷൻ. അത് പലതും വിജയിച്ചില്ല, പലതും പരാജയപ്പെട്ടു. പിന്നെ അടുത്ത ഒരു 20 വർഷം അത് വീണ്ടും ഇവിടെ സ്ഥിരതയില്ലാത്ത സർക്കാരുകളുടെ ഒരു കാലമായിരുന്നു. ഈ 97 തൊട്ട് ഒരു 20 വർഷം, അത് 20 വർഷം ഒന്ന് കഷ്ടിച്ച് പറയാൻ പറ്റത്തില്ല. 2015 ആയപ്പോഴേക്കും BJP അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഒരു 15 വർഷം ആയി. ഇനി ഒരു 5 വർഷം കൂടെ ആകുമ്പോൾ അതൊരു 20 വർഷം, വീണ്ടും അതിൻ്റെ ഒരു 15 വർഷം കൂടിയാണ് ഇദ്ദേഹം കണക്കാക്കുന്നത്. അതിന് BJPക്ക് വ്യക്തമായ പ്ലാനുണ്ട്. BJPക്ക് എന്ന് പറഞ്ഞാൽ BJPക്കും സംഘപരിവാറും, അതായത് RSS നിയന്ത്രിത ഭരണമാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. RSS വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവരെന്ത് ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ഇതിൻ്റെ പിന്നിൽ അവർക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി വന്നു. ഇതിനിടയ്ക്കൊന്ന് ഓർത്തോണം BJP എങ്ങനെയാണ് കയറി വന്നതെന്ന്. ഒന്ന് നമ്മൾ പറയേണ്ടത്, BJPക്ക് ബാലികേറ മലയെ കേരളത്തിൽ പോലും 3 സീറ്റാക്കി കുറച്ചുകൂടെ ഒരു MP ഉണ്ട്. ഇവർ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്ന, അല്ലെങ്കിൽ എന്താണ് ഈ ചക്കപ്പാർട്ടിയെ കൊണ്ട് നിർത്തിയ നേരത്തിന് BJPയുടെ തന്നെ നല്ല സ്ഥാനാർത്ഥികളെ പല മണ്ഡലങ്ങളും നിർത്തിയിരുന്നുവെങ്കിൽ കൂടുതൽ സീറ്റ് ലഭിക്കുമായിരുന്നു. പേരുണ്ടായ വിവാദം കാര്യങ്ങളെല്ലാം അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയാം, ശരിക്കും ഈ BJPയുടെ പാർലമെന്ററി പ്രാതിനിധ്യം 82 കാലഘട്ടത്തിൽ 80-ൽ 2 പേരേ ഉള്ളൂ. 80 വാജ്പേയി മാത്രം 2 പേരേ ഉള്ളൂ. അന്ന് അദ്ദേഹം വാജ്പേയി പാർലമെന്റിൽ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നു. എല്ലാവരും കൂടെ കളിയാക്കി ചിരിച്ചു. ഇതെങ്ങനെ സാധിക്കും? പക്ഷേ 98-ൽ BJP ആദ്യം 13 ദിവസത്തെ ഒരു സർക്കാർ വന്നില്ല. 98-ലാണ് 99-ലാണ് 98 ആണെന്നോ? അതെ, 98 വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്താണെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ ഭരണം തുടങ്ങി. 2 സീറ്റ് 80-ലാണ്, 84. അതാണ് ഞാൻ പറഞ്ഞത്, 84-ലാണ്. 80-ൽ രൂപീകരിച്ചെങ്കിലും 84 പാർലമെന്റ് ഇലക്ഷൻ മത്സരിച്ചു. ആ 2-ൽ നിന്നും ഈ 90 14 വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായി മാറി. 13 ദിവസമേ ഭരിച്ചുള്ളൂ എന്ന് ഉള്ളത്. പക്ഷേ പിന്നീട് ഒരു തവണ അടുത്ത തവണ ഫുൾ ടൈം പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ ഈ നാട്ടിലുള്ള സകലമാന പരിവാരങ്ങളും കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് 2 തവണ അധികാരത്തിലിരുന്നത്. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞതോടെ ഈ കോയിലേഷൻ ഒരിക്കലും വിജയിക്കില്ല. കാരണം മമതയും മറ്റേ ലല്ലു പ്രസാദിനെയും ഒക്കെ പോലെയുള്ള ആൾക്കാർ, നിതീഷ് കുമാർ, ഇവരെ എല്ലാം കൂടെ പലരും പല സ്വഭാവക്കാരാണ്. ജയലളിത, ഇവരൊക്കെ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ പ്രാദേശിക വിഷയങ്ങൾ വരുമ്പോൾ അവർ ഈ കോയിലേഷൻ പൊട്ടിച്ച് വെളിയിച്ചാണ്. മാത്രമല്ല അവർ പറയുന്ന എല്ലാ കണ്ടീഷനും അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. അവർ ഓരോ കാര്യത്തിൽ ട്രെയിൻ്റെ കാര്യം നമുക്കറിയാം. തമിഴ്നാട്ടിൽ സകല ട്രെയിനും തമിഴ്നാട്ടിൽ കൊണ്ട് വേലു എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, TR ബാലു. അവരെ ഷിപ്പിംഗ് മന്ത്രിയായിരുന്നു. അയാളുടെ പരമാവധി ശ്രമം തമിഴ് കുളച്ചൽ തുറമുഖം ഡെവലപ്പ് ചെയ്യുക, വിഴിഞ്ഞല്ല അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പരിഗണന എടുത്തിരുന്നത്. എല്ലാം ഇങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഒരു സ്ഥിരതയുള്ള ഭരണത്തിലേക്ക് ഇന്ത്യ വന്നു എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു ലക്ഷ്യം, BJP RSS സംഘടനയുടെ ഒരു ലക്ഷ്യം, ഈ ടൈമോട് കൂടി നരേന്ദ്രമോദി പിന്മാറുമായിരിക്കും. പിന്മാറിയിട്ട് കഴിഞ്ഞാൽ അവർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് ഈ ഇദ്ദേഹത്തെയാണ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരു ടൈം എനിക്ക് തോന്നുന്നു ഈ 5 വർഷത്തിൽ തന്നെ ഒരു 2 വർഷം അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നൊരു ശ്രുതിയുണ്ട്. അതിനുശേഷം ഈ അമിത്ഷായുടെ 2 വർഷത്തിന് ശേഷം വരുന്നത് യോഗി ആദിത്യനാഥ് ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് വരിക. അപ്പം ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു, നരേന്ദ്രമോദി കല്യാണം കഴിച്ചിട്ടില്ല. അതെ, യോഗി ആദിത്യനാഥ് അവിവാഹിതനാണ്. പിന്നെ അസൽ സംഘപരിവാർ പ്രസ്ഥാനത്തിലൂടെ സംഖ്യയായിട്ട് വളർന്നു വന്ന ഒരാളാണ്. ശാഖയിൽ തുടങ്ങി അവരുടെ ട്രെയിനിങ്ങിൽ, ചിട്ടയായ ട്രെയിനിങ്ങിൽ, ആ ജീവിത രീതിയിൽ
വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. പിന്നെ ഹിന്ദുയിസം മുറുകെ പിടിക്കുന്ന ആളാണ്, ഹിന്ദുത്വവാദികളുമാണ്. എന്ന് വെച്ച് മതേതരത്തിന് വലിയ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ലല്ലോ. മോദി അധികാരത്തിൽ വരുമ്പോൾ എന്ത് ബഹളമായിരുന്നു? 15 വർഷം ഭരിച്ചില്ലേ മോദി? ഗുജറാത്തിൽ നിന്ന് മോദിക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു? അവിടുത്തെ ഗർഭിണിയുടെ വയറ് കീറിയതും ഒക്കെയാണ് പറഞ്ഞു വന്നത്. പക്ഷെ ഇവിടെ വന്നു, ഇവിടെ ഇപ്പം കലാപം എന്ന് പറയുന്നത് സംഭവം ഇല്ലല്ലോ. എന്ന് മാത്രമല്ല, ജമ്മു കാശ്മീരിലെ തീവ്രവാദികളെല്ലാം കണ്ടം വഴി ഓടുകയും ചെയ്തു. അവിടെ വളരെ കൃത്യമായ കാര്യങ്ങൾ നിരപ്പാക്കി വീണ്ടും തീവ്രവാദികളെ കടത്തിവിട്ട് നടത്തിയ ആക്രമണത്തിന് നല്ല ചുട്ട മറുപടി പാകിസ്ഥാനെ തിരിച്ചു വിടുകയും ചെയ്തു. അതെ, അപ്പോൾ ആ ഒരു ടെമ്പോയിലാണ് വന്നത്. അപ്പോൾ ഈ ഒരു ഇത് വളർത്തിയെടുക്കാൻ ഇനിയും വളർത്തിയെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞു. ഇതിൻ്റെ പരമകാഷ്ഠയിലെത്താൻ ഒരു 20 വർഷം കൂടി BJP ഇന്ത്യ ഭരിക്കും. അപ്പോൾ അതിനോടകം കോൺഗ്രസ് വളരണമെങ്കിൽ കോൺഗ്രസ്സിന് ജനത്തെ വിശ്വസിപ്പിക്കാനുള്ള കഴിവ് വേണം. അവിടെയാണ് കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ. കേരളത്തിൽ പോലും ഇത്രയും വലിയൊരു വിജയം ഉണ്ടായതിൻ്റെ പിന്നിൽ കോൺഗ്രസ്സുകാരുടെ ഇറങ്ങി അധ്വാനിച്ചൊന്നും അല്ല. പിണറായി വിരുദ്ധ വികാരം മാത്രമാണ് അതിനകത്തുള്ളത്. അതിനകത്തൊരു മൂന്നാം ബദൽ ഇല്ലാത്തതുകൊണ്ട് അല്ലെ ഇവിടെ കോൺഗ്രസിന് ഒന്നും കിട്ടത്തില്ല. ഇവിടെ ഒരു തൂക്ക് നിയമസഭ വരത്തുള്ളായിരുന്നു. ഇപ്പം ഞാൻ പറയാം, ഈ BJP നല്ല ഇച്ചിരൂടെ ശക്തമായിട്ട് അവർ കഴിഞ്ഞ 5 വർഷം നല്ല ഹോംവർക്ക് എടുത്ത് നല്ല സ്ഥാനാർത്ഥികളെ വെച്ച് പോയിരുന്നെങ്കിൽ 10 സീറ്റിന് മേളിൽ ഉറപ്പായിട്ട് കിട്ടുമായിരുന്നു. എങ്കിൽ ഇവിടെ ഇത് മൊത്തം തമ്മിലൊരു ഇത്തരത്തിലുള്ള ഈ ചക്ക സ്ഥാനാർത്ഥികളൊക്കെ നിർത്തിയപ്പോഴേക്കും ആളുകൾക്കിടയിൽ സംശയം വന്നു, ഇവര് CPM ഒരു അന്തർധാര ഉണ്ടോ. അതുകൊണ്ട് ആളുകൾ ഇവർക്കെതിരെയും കൂടെ നിരത്തിയിടിച്ചു. അല്ല, അത് ഭയങ്കര അന്തർധാര ഉണ്ടോ എന്നുള്ളത് ഒരു സംശയവും വേണ്ട. ഈ അന്തർധാരയൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, A ക്ലാസ് മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി ഈ നാട്ടുകാരെ. ഇപ്പം നമുക്കറിയാം, റാന്നി നല്ല വോട്ടുള്ള മണ്ഡലമാണ്. റാന്നി, അതുപോലെ കോന്നി പത്തനംതിട്ട ജില്ലയിൽ. ഈ രണ്ടിടത്തും ഒരിടത്ത് കൊണ്ട് VDJS ഇട്ടു, ഒരിടത്ത് കൊണ്ടുവന്ന് 2020 തൃപ്പൂണിത്തുറ അവരുടെ ശക്തി കേന്ദ്രത്തിൽ ഒരു സീരിയൽ നടിയെ കൊണ്ട് നിർത്തി അവരെല്ലാ അബദ്ധങ്ങളും വിളിച്ചു പറയുകയൊക്കെ ചെയ്ത്. ഇതൊക്കെ ശരിക്കും അല്ലാത്ത കൊച്ചിയിലെ ശിവശങ്കർ എത്രയോ നല്ല സ്ഥാനാർത്ഥികളുണ്ട്, അവരെ കൊണ്ട് നിർത്തുന്നത് അതാണ്. അപ്പോൾ അതാണ് ഈ പ്രദീപ് ഗുപ്ത പറയുന്നത്, കോൺഗ്രസിന് ഒരു വിശ്വാസം ആർജിച്ചെടുക്കാൻ ഇനിയും 20 വർഷം കൂടി വേണ്ടി വരും. അത്ര എളുപ്പമല്ല, കാരണം അത്രയും ശക്തമായ നേതൃത്വം അവിടെ വരണം. സത്യം പറഞ്ഞാൽ ഇപ്പോഴും 80 വയസ്സ് കഴിഞ്ഞ ഖാർഗെയും അതല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഒരു അപ്സ്റ്റാർട്ടായി തന്നെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അത് വലിയ പ്രശ്നം തന്നെയാണ്. ഒരു കാലത്ത് നമുക്ക് കോൺഗ്രസിൽ ഇന്ദിരാഗാന്ധി, അല്ലെങ്കിൽ പിന്നെന്താണ് അർജുൻ സിംഗ്, പ്രണബ് മുഖർജി, K കരുണാകരൻ, ബൂട്ടാ സിംഗ്, സെയിൽ സിംഗ്, ഞാൻ പറഞ്ഞത് രാജേഷ് പൈലറ്റ്, അടുത്ത തലമുറ മാധവറാവ് സിന്ധ്യ, അത്ര ഉന്നതന്മാരാണ് അവിടെ നിൽക്കുന്നത്. മിടുക്കന്മാരായ ഒരു തലമുറയാണ്. അവർക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്. ആ ഹൈക്കമാൻഡ് ശരിക്കും അന്ന് ഹൈക്കമാൻഡ് തന്നെയായിരുന്നു. ഇന്ന് എന്തുകൊണ്ട് ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ആൾ ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് അല്ലാന്ന് എല്ലാവർക്കും അറിയാം. അതിനിടയ്ക്ക് ഇതുപോലെ വന്ന ഒരാൾ സീതാറാം കേസരി, ഈ എണീറ്റ് അടക്കാൻ വയ്യാത്ത ആളെ, ചെവിയും കേൾക്കത്തില്ല, കണ്ണും കേൾക്കത്തില്ല, പുള്ളിയെ കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി. ഓർക്കുന്നില്ല? അതെ, പിന്നെ പുള്ളിയെ തൂക്കിയെടുത്ത് വെളിയിലാക്കിയിട്ടാണ്, ബലം പ്രയോഗിച്ച് പുറത്താക്കിയിട്ടാണ് സോണിയാഗാന്ധി കയറി വന്നത്. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ഈ രാഹുൽ ഗാന്ധി എടുത്ത് ഓട്ടിക്കളയും. അല്ലാതെ ഒരിക്കലും കോൺഗ്രസ് രക്ഷപ്പെടത്തില്ല. കാരണം അയാൾ ഉന്നയിച്ച ഒരാരോപണവും, നിലവിൽ കേന്ദ്രമന്ത്രിസഭയ്ക്കെതിരെ ഉന്നയിച്ച ഒരാരോപണവും തെളിയിക്കാൻ സാധിക്കും. മാത്രമല്ല, അദ്ദേഹം പലപ്പോഴും നടത്തുന്ന പ്രസ്താവനകൾ രാജ്യവിരുദ്ധമായി മാറുന്നുണ്ട്. പലപ്പോഴും നരേന്ദ്രമോദി നടത്തുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും നമ്മുടെ ചൈന എങ്ങനെ പറയും പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന, നമ്മുടെ ശത്രുരാജ്യങ്ങൾ സങ്കല്പിക്കുന്ന രീതിയിൽ ആണ് അദ്ദേഹത്തിൻ്റെ പല നിർവചനങ്ങളും ഒക്കെ പോകുന്നത്. ഇനി കോക്രോച്ച് പാർട്ടിയെ കൂട്ടുപിടിക്കുമെന്ന് നോക്കിയാൽ മതി. കാരണം കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്നത് എന്താ സംഭവിച്ചിരിക്കുന്നത്, അത് രാജ്യവിരുദ്ധ ശക്തികൾ കടന്നു കയറിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. സ്വാഭാവികം സംശയിക്കേണ്ടി വരും. കാരണം ഇത്രയും വലിയൊരു വളർച്ച ഒരു 1-2 ദിവസം കൊണ്ട് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാവും. മാത്രമല്ല വിശാഖ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, BJP ഭരിക്കുന്ന സംസ്ഥാനം, കുറേ വർഷങ്ങളായി ഭരിക്കുന്ന ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ആന്റി ഇൻകംബൻസി ഫാക്ടർ ഇല്ല. അവർ തുടർച്ചയായി അവർ വരുന്നത്. അതാണ് അവിടെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ പിന്നെ ബംഗാളിൽ ഇനി അത് ഉണ്ടാവില്ല. ബംഗാളിനി നോക്കുകയേ വേണ്ട. ബംഗാളിനി CPM കോൺഗ്രസോ തൃണമൂൽ കോൺഗ്രസോ ആരും ആ പരിസരത്തോട്ട് നോക്കണ്ട. ഇപ്പം വേണമെങ്കിൽ ബംഗാളിൽ BJPയുടെ സഖ്യകക്ഷിയാകാം CPM-ന്. അതിനും ഇവർ മുതിരേണ്ടി വരുമെന്നാവുന്നത്. ഭരണം കിട്ടണമെന്നാണ്, ഭരണത്തിൽ ഒരു പങ്കാളിത്തം ഉണ്ടാകണം. അല്ല, എന്തായാലും നീതി ഇറങ്ങി പോയപ്പോഴും BJP വന്നപ്പോഴാണ് ഇപ്പോൾ CPM-ന്റെ പാർട്ടി ഓഫീസ് പലതും തുറന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പൊറോട്ട അടിക്കാൻ അവിടെ ഹോട്ടലിൽ നിന്ന് നമ്മുടെ ബംഗാളികൾ പോയവർ തിരിച്ചും വരുന്നില്ല എന്ന് പറയുന്നു. പാറ്റ വെട്ടിയിട്ട് കോട്ടും ഒക്കെ എടുത്തിട്ട് ദീദി കോടതിയിലോട്ട് ചെന്നപ്പോൾ ഇവർക്ക് സന്നദ്ധ ഉണ്ടോ അതുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കും. അല്ല, അവർ പ്രതിഫലം പറ്റുന്ന മുഖ്യമന്ത്രി പദവിയിലേക്ക് പോയപ്പോൾ അവർ അപ്പോൾ വക്കീലല്ലേ അവർ ഓഫ് ഇന്ത്യയെ തിരിച്ചവർ വന്നിട്ടുണ്ടോ? രാവിലെ ഒരു കോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോയാൽ വക്കീലാവൂലല്ലോ. LLB പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് വക്കീലാവണമെന്നില്ലല്ലോ. എന്തായാലും ഈ ആക്സിസ് മൈ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം നമുക്കറിയാം 2021-ലും 2026-ലും അവരുടെ പ്രവചനങ്ങൾ അച്ചട്ടായി. കൃത്യമായി കേരളത്തിൽ അന്ന് തുടർഭരണം പ്രവചിച്ചു. അന്ന് നമ്മളെല്ലാവരെയും ചീത്ത വിളിച്ചു.
ഇത്തവണ 99 സീറ്റ് അവർ പറഞ്ഞു, അത് 99 102 കിട്ടി. അതുപോലെ തന്നെ അവർ മാത്രമാണ് തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിൽ വരും എന്ന് പറഞ്ഞത്. വിജയ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ അത് അവർ കൊടുത്ത സീറ്റിൻ്റെ എണ്ണം കൂടിപ്പോയി. 147 സീറ്റ് മേടിച്ച് അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത്രയും അദ്ദേഹത്തിന് കിട്ടിയില്ല. എങ്കിൽ പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വിജയ് അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ ആക്സിസ് മൈ ഇന്ത്യ ചുമ്മാ വന്ന് നിന്ന് നമ്മുടെ ചില ചാനലുകൾ പറയുന്ന പോലെ പിണറായി വിജയൻ്റെ ഭരണം തുടരും, അല്ലെങ്കിൽ അത്ര ഭയങ്കര ഭരണ നേട്ടമാണ് എന്നൊക്കെ പറയുന്ന പോലെ അവർ കൃത്യമായി ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അതിനുശേഷമാണ് പറയുന്നത്. കോൺഗ്രസിന് എന്താണ് പറ്റിയതെന്ന് കനകോലുവിനൊന്നും പറയാൻ കഴിയില്ല, പക്ഷേ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അല്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ വലിയൊരു സംഘം, നമ്മൾ നേരത്തെ പറഞ്ഞ ആളുണ്ടായിരുന്ന പോലെ ഇന്ന് BJP നേതൃത്വത്തിൽ അങ്ങനത്തെ കുറേ പേരുണ്ട്. കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനും പാർട്ടി വിജയത്തിലേക്ക് എത്തിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അതായത് ഇനി ഒരു 4 സർക്കാരുകൾ കൂടി ഇന്ത്യയിൽ BJP ഭരിക്കും, കോൺഗ്രസ് നോക്കിയിരിക്കത്തേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം.